ഇലന്തൂർ നരബലി കേസിലെ രണ്ടാമത്തെ കുറ്റപത്രം ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. പെരുമ്പാവൂർ JFCM കോടതിയിലാണ് സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ തയ്യാറാക്കിയ കുറ്റപത്രം സമർപ്പിക്കുന്നത്. പത്തനംതിട്ട ഇലന്തൂരിൽ വെച്ച് കാലടിയിൽ താമസിച്ചിരുന്ന റോസ്ലിയെ കൊലപ്പെടുത്തിയ കേസിന്റെ കുറ്റപത്രമാണ് സമർപ്പിക്കുന്നത്. വിവരങ്ങളുമായി അശ്വതി AT ചേരുന്നു കൊച്ചിയിൽ നിന്നും. അശ്വതി, ഈ റോസ്ലിയെ കൊലപ്പെടുത്തിയതിന്റെ കുറ്റപത്രം വളരെ സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ പഴുതടച്ച ഒരു കുറ്റപത്രമാണ് ഇന്ന്, അതായത് കേസിലെ രണ്ടാമത്തെ കുറ്റപത്രമാണ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കമലേഷ്, ആദ്യ കുറ്റപത്രം ജനുവരി 6-ന് എറണാകുളം JFCM കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു അഡീഷണൽ SP T ബിജി ജോർജിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ പോലീസ് ടീം കേസ് അന്വേഷിച്ചത്. മുഹമ്മദ് ഷാഫി, ഭഗവത് സിംഗ്, അതുപോലെ തന്നെ ലൈല എന്നിവരാണ് ഈ കേസിൽ പ്രതികൾ. 2022 ജൂൺ 8-നാണ് മുഹമ്മദ് ഷാഫി റോസ്ലിയെ തട്ടിക്കൊണ്ടുപോയി തിരുമൽ വിദഗ്ധനായ ഭഗവത് സിംഗിന്റെ വീട്ടിൽ എത്തിച്ചത്. ഷാഫിയും ഭഗവത് സിംഗും ഇയാളുടെ ഭാര്യ ലൈലയും ചേർന്നാണ് റോസ്ലിയെ നരബലി നടത്തി കൊലപ്പെടുത്തുകയും കഷ്ണങ്ങളാക്കി കുഴിച്ചുമൂടി മനുഷ്യമാംസം പാചകം ചെയ്ത് കഴിച്ചു എന്നൊക്കെയാണ് കേസ് ഉള്ളത്. നേരിട്ടുള്ള തെളിവുകൾ ഇല്ലാതിരുന്ന ഈ കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും കൊണ്ടാണ് അന്വേഷണം നടത്തിയത്. പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിനൊടുവിൽ 90 ദിവസത്തിന് മുൻപ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാനായിട്ടുണ്ട്. ഈ കുറ്റപത്രമാണ് ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. അത് പെരുമ്പാവൂർ ഇന്ന് സമർപ്പിക്കുന്നത് പെരുമ്പാവൂർ JFCM കോടതിയിലാണ്. സമഗ്രമായ അന്വേഷണത്തിനൊടുവിൽ തയ്യാറാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ പോകുന്നത്. പത്തനംതിട്ട ഇലന്തൂരിൽ വെച്ചാണ് ഈ കാലടി മറ്റൂരിൽ താമസിച്ചിരുന്ന റോസ്ലിയെ കൊലപ്പെടുത്തിയ കേസാണിത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നിരവധി കാര്യങ്ങൾ, അതായത് കഷ്ണങ്ങളാക്കി ഇവരെ കൊലപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇവരുടെ ശരീരഭാഗങ്ങളൊക്കെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ചില ശാസ്ത്രീയ പരീക്ഷണങ്ങൾ ഒക്കെ മെഡിക്കൽ കോളേജ് ഫോറൻസിക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അത് കൂട്ടിയോജിപ്പിച്ച് അത്തരത്തിലുള്ള ചില പരീക്ഷണങ്ങളൊക്കെ കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതൊക്കെ ഈ കേസിന്റെ ഈ കേസ് വഴികളിൽ വളരെ നിർണായകമായ തെളിവുകളായിട്ട് വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നേരിട്ടുള്ള തെളിവുകൾ പലതില്ലെങ്കിലും സാഹചര്യ തെളിവുകളും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളാണ് DNA പരിശോധന, അതുപോലെ ഇത്തരത്തിൽ മൃതദേഹം വീണ്ടും പുനഃസൃഷ്ടിക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കേസിൽ വളരെ പ്രധാനമായിട്ട് ഉള്ളത്. ഈ റോസ്ലിയുടെ കേസിലാണെങ്കിലും മൃതദേഹം പുനഃസൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ തെളിവുകളിലൂടെയാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇപ്പോൾ സമഗ്രമായ ഒരു കുറ്റപത്രം എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് അത്തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് പുറത്തുവിടുന്നത്. വളരെ നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ ദീർഘമായ, വളരെ പഴുതടച്ചുകൊണ്ടുള്ള ഒരു കുറ്റപത്രമായിരിക്കും ഇക്കാര്യത്തിൽ സമർപ്പിക്കുക. കേരളത്തെ നടുക്കിയ ഒരു വിഷയമായിരുന്നു ഈ നരബലി എന്നുള്ളത്. ഇതിന്റെ ചുവട് പിടിച്ച് തന്നെ എറണാകുളം ജില്ലയിൽ അടക്കം പല കേസുകളും പിന്നീട് അന്വേഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. കഴിഞ്ഞ ദിവസം പറവൂരിൽ നടന്ന ഒരു ഭർത്താവ് ഭാര്യയെ കൊന്നു കുഴിച്ചുമൂടിയ കേസുകളൊക്കെ നരബലിയുടെ ചുവട് പിടിച്ച് നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടായത്. അത്തരത്തിൽ നിരവധി മിസ്സിംഗ് കേസുകൾ വീണ്ടും പുനരന്വേഷിക്കുന്ന, അല്ലെങ്കിൽ മിസ്സിംഗ് കേസുകളൊക്കെ ഗൗരവത്തോടെ എടുക്കുന്ന ഒരു സാഹചര്യം ഈ ഇലന്തൂർ നരബലി കേസിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. അതിൽ പലതിലും വിജയകരമായി കുറ്റവാളികളെ കണ്ടെത്താനുള്ള ഒരു രീതിയിലേക്ക് അതൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സമർപ്പിക്കുന്ന കുറ്റപത്രവും അതിപ്രധാനമാണ്. ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ലൈല, ഭഗവത് സിംഗ് അടക്കമുള്ളവർക്ക് അവരുടെ ശിക്ഷകൾ ഒക്കെ വിധിക്കുക. ഇത് നേരത്തെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോലും ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്ന രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു പരാമർശം ഒരു കേസിൽ ഉണ്ടാകുമ്പോൾ അതിനർത്ഥം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെങ്കിൽ അതിന് വധശിക്ഷ വരെ ലഭിക്കാവുന്ന രീതിയിലേക്ക് അത് പോകും. അതുകൊണ്ട് തന്നെ ഈ കേസിലും പഴുതടച്ച അന്വേഷണവും ഇതിലെ പരാമർശങ്ങളും ഇതിലെ തെളിവുകളും സാക്ഷിമൊഴികളും അതുപോലെ തന്നെ ശാസ്ത്രീയ തെളിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കേസിനെ സംബന്ധിച്ചും ഇനി വരുന്ന ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളെ സംബന്ധിച്ചുമൊക്കെ. കമലേഷ്, അശ്വതി,
ഈ ഇലന്തൂർ കേസിൽ അന്വേഷണ സംഘത്തെ ഏറ്റവും കൂടുതൽ കുഴക്കിയ ഒരു വിഷയം ഇതിൽ നേരിട്ടുള്ള തെളിവുകളുടെ അഭാവം, അതുപോലെ തന്നെ സാക്ഷിമൊഴികൾ, കൃത്യമായ സാക്ഷിമൊഴികൾ ഇല്ലാത്തതും പോലീസിനെ വല്ലാതെ കുഴക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് തന്നെ അവകാശപ്പെടുന്നത് ഏറ്റവും സമഗ്രമായ പഴുതടച്ചുള്ള ഒരു കുറ്റപത്രമാണ് സമർപ്പിക്കാൻ പോകുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ പോലീസിന് ഇത്തരത്തിൽ സമഗ്രമായ ഒരു കുറ്റപത്രം തയ്യാറാക്കാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാവും? ഇതിൽ പ്രധാനമായിട്ടും ശാസ്ത്രീയ തെളിവുകളാണ് ഈ കേസിൽ റോസ്ലിയുടെ മാത്രമല്ല, ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന പത്മയുടെ വിഷയത്തിലാണെങ്കിൽ പോലും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കൂടുതലും നിലനിൽക്കുന്നത്. അതായത് DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ കണ്ടെടുത്തിട്ടുള്ള ആയുധങ്ങൾ, അതുകൂടാതെ ഫോൺ റെക്കോർഡുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളായിട്ട് കോടതിക്ക് മുന്നിൽ വരിക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൽ ഏതൊക്കെ രീതിയിൽ ആണ് ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകുക, ഇതിന്റെ ശിക്ഷാവിധികൾ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. കമലേഷ്.